Hi everyone, welcome back to Kavitha, Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രാങ്കിയാണ്. ഫ്രാങ്കി അല്ലെങ്കിൽ ബോംബെ ഫ്രാങ്കി. അപ്പോൾ പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഒരു ബോംബെത്തെ ഭക്ഷണമാണ്, ബോംബെത്തെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഫ്രാങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോട്ടി അല്ലെങ്കിൽ ചപ്പാത്തിയുടെ അകത്ത് കുറച്ച് ഫില്ലിംഗ് ഒക്കെ ഇട്ട് അതിനകത്ത് കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു റോളാണ് ഈ ഫ്രാങ്കി. ഇത് നമ്മുടെ കൽക്കട്ടയിലൊക്കെ കിട്ടുന്ന കട്ടി റോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട സാധനമാണ് ഫ്രാങ്കി. ചെറിയ കുറച്ച് ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. കട്ടി റോളിൽ കുറച്ചും കൂടി ഡ്രൈ ആയ ഫില്ലിംഗ് ആയിരിക്കും, ഫ്രാങ്കിയിൽ കുറച്ചും കൂടി ജ്യൂസി ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കട്ടി റോളിനെ എപ്പോഴും ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കഴിക്കുക ചെയ്യുക. ഫ്രാങ്കിയെ അതേ സമയത്ത് എപ്പോഴും അലൂമിനിയം ഫോയിലാണ് പൊതിഞ്ഞിട്ട് കഴിക്കുന്നത്. അപ്പോൾ എന്തുതന്നെയായാലും നമുക്ക് ഈ സ്ട്രീറ്റ് ഫുഡ് നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റോടു കൂടി തയ്യാറാക്കാം. നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഞാനത് ഇങ്ങനെ ക്യൂബ്സായിട്ട് ഇങ്ങനെ മുറിച്ചു. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കഷ്ടി 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഇട്ടിട്ട് നന്നായി കുഴച്ച് വയ്ക്കാം. ഈ 500 ഗ്രാം എന്ന് പറയുന്നത് 2 ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തത്. ബോൺലെസ് ആയിരിക്കണം എന്നുള്ളത് കാര്യത്തിൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിൽ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, 2 വെല്ലുള്ളിയാണ് ഞാൻ ചോപ്പ് ചെയ്തിരിക്കുന്നത്, അത് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ടിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വാടാനായിട്ട് മൂടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കണക്കായിട്ടുള്ള ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ തിരിച്ച് 2 ടേബിൾ സ്പൂൺ കണക്കായിട്ടുള്ള വെള്ളുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ആ കണക്കിലാണ്. ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്കിനി ഇത് വഴറ്റി അതിൻ്റെ മണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 1 ടീസ്പൂൺ. നിങ്ങളുടെ ഈ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇത്രയും ആഡ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം ഒന്നും മാറാനായിട്ട് വേവട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനെ ഇതിലിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ തീരെ വെള്ളം ഒഴിക്കുന്നില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനിൽ തന്നെ വരുന്ന വെള്ളം കൊണ്ട് ഇതൊന്ന് നന്നായി വേവട്ടെ. ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് അത് ചെയ്യാനായിട്ട് പോവാം. അത് നമുക്ക് തയ്യാറാവുന്ന സമയത്ത് നമുക്ക് 2 മുട്ട നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ബീറ്റ് ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ടാവും, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ നിന്ന് ഇത്രയ്ക്ക് വെള്ളമൊക്കെ വന്നു, ശ്രദ്ധിക്കില്ല, വേണമെന്നുണ്ടെങ്കിൽ വറ്റിക്കരുത്. പക്ഷെ ഒരു ഇങ്ങനെ എന്താ പറയുക, വല്ലാതെ ഡ്രൈ ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചാൽ മതി. ഇനിയും വേണമെങ്കിൽ തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ തന്നെ ആ വെള്ളം പോകും. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തുറന്നിട്ട് തന്നെ ഇരുന്നോട്ടെ, പിന്നെ ഇനി അടച്ചു വെച്ച് കൂടുതൽ വെള്ളം വേണ്ട. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം.
അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ വേറൊരു അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് ബട്ടർ തേക്കാം. അതിലേക്ക് നമുക്ക് ഒരു ചപ്പാത്തി ചെറിയ ഫ്ലെയിമിൽ 2 സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എല്ലാ ചപ്പാത്തിയും ആദ്യം തന്നെ ചൂടാക്കിയെടുക്കാം. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഒരു ചപ്പാത്തി ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് മുട്ട, അതായത് ഒരു തിൻ കോട്ടിങ് മതി, ഇത്രയും ആക്കിയിട്ട് ഇതിനി മറിച്ചിടണ്ട. നമുക്ക് ഈ ഉണ്ടാക്കിയ ചപ്പാത്തിയെ ഇതിലിങ്ങനെ വെക്കുകയാണ്. എൻ്റെ പാൻ കുറച്ച് വലുതാണ്, അപ്പോൾ അത് കാരണം ചപ്പാത്തിയേക്കാളും അധികം മുട്ട നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, പക്ഷേ അതതിൽ ഒട്ടി നിൽക്കണം. എന്നിട്ട് നമുക്കിതിനെ പുറത്തേക്ക് എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇടാം. ഇനി നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഫ്രാങ്കി മസാല ഇങ്ങനെ കടയിൽ കിട്ടും, അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ആ മസാല ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഇടാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇടാം. ഇതിൽ കുറച്ച് ഉള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇതൊരു ടേസ്റ്റാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളി ഇടില്ല കേട്ടോ, ഈ ഉള്ളി ഹാർട്ട് ബേൺ വരുന്നു എന്നിട്ട്. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക്, ഇത് ഞാൻ 1 മണിക്കൂർ മുന്നേ അരിഞ്ഞ് വിനിഗറിൽ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ചിലപ്പം ഇത് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പം അത് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇടയിലൊക്കെ ഒന്ന് കടിക്കും, പെരിയും. അപ്പോൾ ഓർമ്മയിൽ എത്രയാണെന്ന് വെച്ചാൽ ഇടും. എന്നിട്ട് നമുക്കിതിനെ മെല്ലെ ഫോൾഡ് ചെയ്യാം. ആദ്യം അടിയൊന്നും ഇങ്ങനെ അടയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു അലൂമിനിയം ഫോയിലിൽ ഇതിനെ റാപ്പ് ചെയ്യാൻ പോകും. ഇതെങ്ങനെ പൊതിയേണ്ടത് നോക്കാം. ഇവിടെ സീൽഡാണ്, എന്നാലും പൊതിയുന്നതാണ് അതിൻ്റെ ഒരു ഫ്രാങ്കി അലൂമിനിയം ഫോയിലാണ് എപ്പോഴും പൊതിഞ്ഞിട്ടുണ്ടാവുക. നമുക്കറിയില്ലെങ്കിലും ബോംബെക്കാർക്ക് അറിയാതെ. അതെ, നമുക്ക് അങ്ങനെ പിടിച്ച് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ഫ്രാങ്കി ഇവിടെ റെഡിയായി. ഫ്രാങ്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.